ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് ഓർത്താണ് ഞാൻ ഇരിക്കുന്നത്. ഇന്ന് ഞാനും എൻ്റെ അനിയനും കൂടെ ഉള്ള ഒരു ദിവസമാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അമ്മയും ആൻറ്റിയൊന്നും ഇവിടെ ഇല്ല. ഞാൻ ആൻറ്റിയുടെ വീട്ടിലാണ്. അവനെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഒരാഴ്ചയായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ സമയം ഒരു 9:30 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴാണ് എഴുന്നേറ്റ് പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്നിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ്, കാരണം ഇത്രയും സമയമൊക്കെ ആയില്ലേ. അപ്പോൾ എന്നാൽ ഇനി അവനെ വിട്ട് കടയിൽ പോയി എന്തെങ്കിലും പൊറോട്ടയോ ദോശയോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാമെന്ന് വെച്ചു. എന്നിട്ട് അതൊക്കെ കഴിച്ചിട്ട് നമ്മളിന്ന് തൃശ്ശൂർ വരെ പോവാണ്. എന്നിട്ട് കുറേ ദിവസമായി വീട്ടിലിങ്ങനെ അടഞ്ഞിരിക്കുന്നു. അന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് എന്നാൽ പിന്നെ അവന് ക്ലാസ്സും ഇല്ല. അപ്പോൾ നമുക്കിന്ന് പോകാമെന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോയിട്ട് വരുന്നുണ്ട്. എന്നെ വാങ്ങിച്ചതൊന്നും അറിയത്തില്ല. എന്നാടാ വാങ്ങിച്ചത്? ദോശ മാത്രമേ ഉള്ളൂ. കൊള്ളാം, നല്ല സൂപ്പറാണ്. വെള്ളച്ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഒരുങ്ങാവേ. പിന്നെ കുറച്ച് സൺസ്ക്രീന്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാവേ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഇപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട്. ഒരുങ്ങി റെഡി ആയപ്പോൾ ഇത്രയും സമയമായി. അപ്പം നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഓടിപ്പോയാണ് ബസ്സൊക്കെ കയറിയത്. ബസ് വിട്ടുപോകണ്ടായിരുന്നു. നമുക്ക് സമയം അറിയത്തില്ലായിരുന്നു. പിന്നെ ഏതോ ഒരു ചേട്ടൻ അവിടെ നിന്ന് ഇങ്ങനെ കൂവിയപ്പോഴാണ് നമുക്ക് ബസ് നിർത്തിയത്. അങ്ങനെ നമ്മൾ ഓടിപ്പോയി ബസ്സിലൊക്കെ കയറി. ഇപ്പോൾ വടക്കാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് നേരം എന്താണ് നിർത്തിയിട്ടേക്കാണ്. ഇനി നമ്മൾ കറക്റ്റായിട്ട് താമസിക്കുന്ന തളി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് തൃശ്ശൂരിലോട്ട് ഒരു 1.25 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് ദൂരം. അങ്ങനെ നമ്മളിതേ തൃശ്ശൂരെത്തി. അവിടുന്ന് നമ്മൾ കുന്നംകുളം ബസ് കയറിയിട്ട് നമ്മൾ ശോഭ സിറ്റി പോകാനായിട്ട് ഇറങ്ങിയേക്കുന്നത്. നമ്മൾ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ടാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ട് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നമുക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഒത്തിരി നടക്കാനുണ്ടെന്ന്. പിന്നെ ഞങ്ങൾ രണ്ടുപേരോട് ലല്ലലമ്പാടിയൊക്കെ നടന്ന് കുറേ നേരം അതിലെല്ലാം തേരാപ്പാരം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചേട്ടൻ കമ്മലും മാലയും പിന്നെ എന്തൊക്കെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വെച്ചിട്ടിരിക്കുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ടൊരു ആകാംക്ഷ. പിന്നെ കുറച്ച് നേരം പോയി കമ്മലൊക്കെ നോക്കി, പക്ഷെ ഒന്നും എടുത്തില്ല. വില ഉണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ. അപ്പം പിന്നെ നമ്മൾ സ്റ്റുഡിയോയിലോട്ട് കയറി. അവിടെ പോയി നല്ല കളക്ഷനൊക്കെ ഉണ്ടാവും എന്ന് ഓർത്തോണാണ് നമ്മൾ കയറിയത്. പക്ഷെ ഒന്നും ഇല്ലായിരുന്നു. ചെരുപ്പിനുണ്ടായിരുന്നു. എനിക്കൊരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടു, പക്ഷേ അത് എടുക്കാൻ പറ്റിയില്ല. സൈസ് എനിക്ക് വലുതായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ടീഷർട്ടൊക്കെ ഇട്ട് നോക്കി, പക്ഷെ ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എടുത്തുമില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു. 2:30 ആയിട്ടുണ്ടായിരുന്നു അന്നേരത്തിന് സമയം. പിന്നെ ഫുഡ് കോർട്ട് തപ്പി അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. അങ്ങനെ നമ്മൾ അവസാനം ഫുഡ് കോർട്ടിലെത്തി. നമ്മളൊരു അൽഫാമൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. നല്ല അൽഫാമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിശന്നിരുന്നോണ്ടാണെന്ന് തോന്നുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിശപ്പ് മാറിയില്ല. അന്നേരം പിന്നെ നമുക്ക് ഒരു പിസ്സ വാങ്ങിച്ച് കഴിക്കാമെന്ന് വെച്ചു. ഞാൻ എന്തോ 4 വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ടാണ് ഈ പിസ്സ കഴിക്കുന്നത്. കാരണം നമ്മൾ ഒരു തവണ ഞാൻ വണ്ടിയിലിരുന്ന് ഇത് കഴിച്ച്, എന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വാള് വെച്ചിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് മട്ടിച്ചു പോയി. ഇത് കഴിക്കാനായിട്ട് തോന്നാറേ ഇല്ലായിരുന്നു. പിന്നെ ഇന്ന് തന്നെ എന്നാൽ കഴിക്കാമല്ലോ, ഒത്തിരി കാലമായല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളിന്ന് വാങ്ങിച്ച് കഴിച്ചതാണ്. കുഴപ്പമില്ലായിരുന്നു, എന്നാലും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. കഴിച്ചു. അതിന് ശേഷം നമ്മൾ യൂസ്റ്റേ കണ്ടപ്പോഴത്തേന് അവിടോട്ട് കയറി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ യൂസ്റ്റേ കയറുന്നത്. നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു ഡ്രസ്സിന്. പിന്നെ നമ്മൾ കുറേ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവനൊരു ടീഷർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നെല്ലാം ഇറങ്ങി ട്രെൻഡ്സിൽ കയറി. അവിടെ ഒന്നും ഇല്ലായിരുന്നു. സ്റ്റുഡിയോയിലും അവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെ ഇല്ലായിരുന്നു, വലിയ ആന പോലത്തെ ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. അവിടെ വന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. കുറച്ച് മാമ്പഴം മാത്രമേ വാങ്ങിയുള്ളൂ. കാരണം നമ്മൾക്ക് ബസ്സിനല്ലേ വന്നത്, ചുമന്നുകൊണ്ട് പോകണമല്ലോ എന്ന് ഓർത്തോണ്ട് നമ്മളൊന്നും എടുത്തില്ല. പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. നല്ല ഐസ്ക്രീമായിരുന്നു. എൻ്റെ കൈ കിട്ടിയപ്പോൾ ഇതിന് ഐസ്ക്രീമിൻ്റെ പകുതി ഇല്ലായിരുന്നു. അന്നേരത്തിന് 2 എണ്ണത്തിനകത്തൊന്നും അവൻ തിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു. നല്ല രസമുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. പുറകിൽ വെള്ളവും അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇരിക്കാനൊക്കെ ആണെങ്കിൽ പോലും. അങ്ങനെ ഒരു കൊച്ചിറക്കൻ അവിടെ ഇരുന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കേട്ടു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോരാനായിട്ട് ഇറങ്ങി കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് ബസ് കിട്ടത്തില്ല, അങ്ങോട്ട് ദൂരം ഉണ്ടല്ലോ. പിന്നെ അവന് വണ്ടി കണ്ടപ്പോൾ അതേ കുറച്ച് നേരം നോക്കി നിന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ ഓട്ടോ വിളിച്ച് പോകാമെന്നാണ് ഓർത്തത്. അങ്ങനെ നമ്മൾ ഓട്ടോ വിളിച്ചു അവിടെ നിന്ന് പോകുന്നു. അല്ലെങ്കിൽ നടന്ന് ചെല്ലുമ്പോഴത്തേന് ബസ്സൊക്കെ കിട്ടാനായിട്ട് താമസിക്കും, അങ്ങനത്തെ ചെയ്യുമെന്നൊക്കെ പേടിച്ചിട്ട് നമ്മൾ ഓട്ടോ വിളിച്ച് പോയി. നല്ലൊരു ഓട്ടോ ചേട്ടനായിരുന്നു കേട്ടോ. ബസ് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി, ഇന്നടുത്ത് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെന്നതേ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വടക്കേ സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നമ്മൾ തളി ബസ് നോക്കി നിൽക്കണം. ചെന്നതേ ഉണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ ബസ് കിട്ടി. അങ്ങനെ നമ്മൾ വടക്കാഞ്ചേരി തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.